ഗുരുവിന്റെ സന്നിധിയിൽ ശിവഗിരിയിൽ ഉൾപ്പെടെ പോയി പ്രഭാഷണങ്ങൾ നടത്തി നമ്മുടെ നാടിന് അഭിമാനമായി അദ്ദേഹം മാറിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഇന്നത്തെ ഈ പുസ്തക പ്രകാശന കർമ്മത്തിൽ അധ്യക്ഷനായി ഇത്തരം ശാഖായോഗത്തിന്റെ ബഹുമാനായ പ്രസിഡന്റ് സുബിലായ് സാറിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. Thank you.
ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള പ്രയാണത്തിന്റെ പ്രതീകമായി വേദിയുടെ താഴെ വെച്ചിരിക്കുന്ന ചിരാതിനെ തെളിയിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ ധന്യമാക്കുവാൻ വേദിയിൽ പ്രവേശിച്ചതായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്നേഹത്തോടെ താഴേക്ക് ക്ഷണിക്കും. ഞാനൊരു കാര്യം പറയാൻ വിഷമമായിരുന്നു, ക്ഷമിക്കണം. ഇവിടെ ഈ സംഘാടന സമിതിയുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള എല്ലാ സെമിനാരികളെയും ഞാൻ യോഗത്തിലേക്ക് വളരെ നന്ദിയോടെ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഞാനെന്താ വിട്ടുപോയി കേരളത്തിൽ അഞ്ജൻ സാർ എഴുതിയ ഗുരുവിന്റെ കാപ്പാടുകൾ എന്ന പുസ്തകത്തിലെ പരിചയപ്പെടുത്തുന്ന ചടങ്ങാണ്. ചിറ്റാനന്ദൻ സാർ എഴുതിയ ഗുരുവിന്റെ കാപ്പാടുകൾ എന്ന പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്യുന്നതിനായി വാഗ്മിയും ശ്രീനാരായണ ഗുരുവിനെ പറ്റി ആഴത്തിൽ പഠിച്ചിട്ടുള്ള പൂനെയിൽ നിന്നുള്ള ഡോക്ടർ എൻ ദയാനന്ദൻ സാറിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മളേറെ കാത്തിരുന്ന നിമിഷം ചിറ്റാനന്ദൻ സാർ രചിച്ച ഗുരുവിന്റെ കാപ്പാടുകൾ എന്ന പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഗുരുവിന്റെ പാത പിന്തുടർന്നവർക്കും അറിവിനെ സ്നേഹിക്കുന്നവർക്കും ഇതൊരു അവിസ്മരണീയമായ നിമിഷമാണ്. പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനായി മുൻ കൃഷിമന്ത്രിയും പ്രശസ്ത എഴുത്തുകാരനും വാഗ്മിയുമായ ശ്രീ മുല്ലക്കര രത്നാകരൻ സാറിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തിൽ നിന്നും പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങുന്നത് ഒരു മുഖവരയുടെയോ പരിചയപ്പെടുത്തുന്നതിയോ ആവശ്യമില്ലാത്ത നമ്മുടെ ഉണ്ണിയുടെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ സാറിനെ വളരെ ആഗ്രഹത്തോടുകൂടി ക്ഷണിക്കുന്നു. പൊതുപ്രവർത്തന മണ്ഡലത്തിൽ ഒരു രൂപരേഖ നൽകി എന്നതാണ് ശ്രീനാരായണ ഗുരു കേരളത്തിൽ ചെയ്ത ഏറ്റവും വലിയ സംഭവം.
ശിവരാജ സംഭാവനകളെക്കുറിച്ച് ആനന്ദനത് നമുക്ക് വായിച്ച് കൂടുതൽ വായിക്കാനുള്ള പ്രേരണ നൽകുന്ന ലളിതമായ ഒരു അടയാളപ്പെടുത്തലാണ് ഈ ഗുരുവിൻ്റെ ഏർപ്പാടുകളുടെ പുസ്തകം. അപ്പൊ അതുപോലെ തന്നെ ഈ കേരളത്തിന് പൊതുപ്രവർത്തനത്തിന് കിട്ടിയ രൂപരേഖ ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തിന് ഇതുപോലെ കിട്ടിയിട്ടില്ല എന്നതാണ്. കേരളത്തിൻ്റെ എല്ലാ നന്മയാർന്ന അടയാളപ്പെടുത്തലുകൾക്കും കാരണമായിട്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഗൗരവമായ അന്വേഷണങ്ങൾ ആവശ്യം. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ എപ്പോഴും താഴെ തട്ടുകളിൽ നിന്ന് സാധാരണ മനുഷ്യൻ, മതേതര സ്വഭാവമുള്ളവർ, പിന്നോക്കക്കാരും ദളിതരുൾപ്പെടെയുള്ള മനുഷ്യർ സ്വാഭാവികമായി പൊതുപ്രവർത്തനത്തിന് ഇപ്പോഴും വരാനേ ഗുരുവിന് മുൻകൂട്ടി ഉണ്ടായ ആ പുസ്തകം നിങ്ങളിൽ കൂടി സ്വാധീനം ചെലുത്തിയ പുസ്തകമാണ്. അതുകൊണ്ട് അത് വായിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എഴുതിയ ചിറ്റാർ ആനന്ദന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട്, ക്രിസ്തുമസിന് മുമ്പ് എന്തായിരുന്നാലും ചിറ്റാറുകാരും ജാനുവരിയും തമ്മിൽ കാണാത്തതുകൊണ്ട് ക്രിസ്തുമസ് ആശംസകൾ കൂടെ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആനുകാലിക സാമൂഹിക പ്രശ്നങ്ങളും ഗുരുവിന്റെ ദർശനങ്ങളുടെ പ്രസക്തിയും ഓർമ്മിപ്പിച്ച് പ്രാധാന്യം അർഹിക്കുന്ന വാക്കുകൾ നൽകിയ സാറിന് ഹൃദയപൂർവ്വം നന്ദിയുണ്ട്. ഒരു പരിചയപ്പെടുത്തലിന്റെയോ മുഖവിലയോ ആവശ്യമില്ലാത്ത നമ്മുടെ നാടിന്റെ വികസനത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പ്രിയങ്കരനായ കോന്നിയുടെ എംഎൽഎ അഡ്വക്കേറ്റ് കെ ദിനേഷ് കുമാർ സാറിന്റെ വാക്കുകൾ കേൾക്കുന്നത്. ഏറ്റവും ആദരണീയനായ ഈ പുസ്തക പ്രകാശന ചടങ്ങ് നിർവഹിച്ച കേരളത്തിൻ്റെ മുൻ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ മുല്ലക്കര രത്നാകരൻ അവരുകൾ, ഈ ചടങ്ങിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന ചിറ്റാർ SNDP ശാഖയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ സുബിലാൽ PS, വേദിയിലും സദസ്സിലും ധാരാളം വിശിഷ്ട വ്യക്തികൾ അവരുടെ സാന്നിധ്യമുണ്ട്. നമ്മുടെ പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീ ചിറ്റാർ ആനന്ദൻ സാർ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ ഈ ചടങ്ങിന് സാക്ഷിയാകുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരെ, ഈ പുസ്തകത്തെക്കുറിച്ചും അതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചും ഒക്കെ മുല്ലക്കര രത്നാകരൻ സാറും അതോടൊപ്പം തന്നെ ദയാനന്ദൻ സാറുമെല്ലാം ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തെ നേരായ ദിശയിലേക്ക് നയിക്കുന്നതിന് ഒരു സംഭാവന കൂടിയാണ് ഈ പുസ്തകം എന്ന് ഞാൻ കരുതുകയാണ്. വേദിയിലിരുന്നുകൊണ്ട് പുസ്തകം ഒരു ഓട്ട പ്രതീക്ഷണം മാത്രമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്ന് ഗുരുവിൻ്റെ കാൽപ്പാടുകൾ എന്ന ഈ പുസ്തകത്തിൽ ഗുരുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതോടൊപ്പം തന്നെ ഇന്നലത്തെ കാലഘട്ടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പുസ്തകത്തിന്റെ ആദ്യ അധ്യായം തന്നെ അന്ധകാര കാലത്തിന്റെ ഇന്നലകൾ എന്നതാണ്. സ്വാഭാവികമായും ശ്രീനാരായണ
വിശ്വാസികൾ മാത്രമല്ല, നമ്മുടെ സമൂഹമാകെ ഇന്നലകളിലെ മനുഷ്യജീവിതം ഏറെ ആഴത്തിൽ മനസ്സിലാക്കപ്പെടേണ്ടതായിട്ടുണ്ട് പുതിയ കാലത്ത്. കാരണം നൂറ്റാണ്ടുകൾ മനുഷ്യർ അടിമ സമാനമായ ജീവിതം ഈ കേരളത്തിൽ നയിച്ചിരുന്നു. മനുഷ്യരായി ജീവിക്കുകയും മൃഗതുല്യം ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നൂറ്റാണ്ടുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. ആ കാലത്തെ സംബന്ധിച്ചെല്ലാം ഈ പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിൽ തന്നെ വിശദമായി പ്രതിപാദിക്കുന്നു. അന്ന് സമൂഹത്തിൽ കീഴ്ജാതിപ്പെട്ടവർ എന്ന് കരുതുന്ന മനുഷ്യർ, ആ മനുഷ്യർ അത് ദൈവനിയോഗമാണ് എന്ന നിലയിലായിരുന്നു കരുതപ്പെട്ടിരുന്നത്. മൃഗതുല്യം, സ്വാമി വിവേകാനന്ദൻ ആ കാലത്ത് കേരളം പ്രാന്താലയം എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കിൽ തന്നെ ഉണ്ട് അർത്ഥം. മൃഗതുല്യം നമ്മൾ നമ്മുടെ പൂർവികർ ഇവിടെ ജീവിക്കുമ്പോൾ അവർ കരുതിയിരുന്നത് ദൈവനിയോഗത്താലാണ് ഞങ്ങൾ കീഴ്ജാതിയിൽ ജനിച്ചത് എന്നുള്ളതാണ്. അവിടെ നിന്നാണ് ഗുരുവിന്റെ ഇടപെടലും ആ സമൂഹത്തെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതും. അതിന്റെ ഭാഗമായി ഇന്ന് മനുഷ്യരായി കീഴ്ജാതിയിൽപ്പെട്ടവർക്ക് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുന്നത് ഗുരുവിന്റെ ചിന്തകളും വീക്ഷണങ്ങളും മാത്രമല്ല, ആ മനുഷ്യരെ മാറ്റുന്നതിന് വേണ്ടി ഗുരു നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അതെല്ലാമാണ് ഇന്നു കാണുന്ന നിലയിലേക്ക് നമ്മുടെ സമൂഹത്തെ മാറ്റിയിട്ടുള്ളത്. അങ്ങനെ മാറ്റി നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴും അടുത്ത ജന്മത്തിൽ എനിക്ക് ഉയർന്ന ജാതിയിൽ ജനിക്കാൻ കഴിയണമേ എന്നു കരുതുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു കാലമാണ് ഈ കാലം. അത് അത്യന്തം അപകടകരമായ കാലമാണ്. ആ കാലത്തേക്ക് നമ്മുടെ സമൂഹത്തെ തിരികെ കൊണ്ടുവരാതിരിക്കുന്നതിന് വേണ്ടി പുതിയ കാലഘട്ടത്തിലും നല്ല പരിശ്രമങ്ങൾ നടത്തേണ്ട ഒരു കാലമാണ് ഈ കാലം. അതിന് പ്രത്യക്ഷത്തിലുള്ള സാമൂഹ്യ ഇടപെടലുകളെക്കാട്ടിൽ എല്ലാം കരുത്തു പകരുന്നത് ഗുരുവിന്റെ ദർശനങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിലേറെ ഗുണം ചെയ്യുന്നതാണ് പ്രിയങ്കരനായിട്ടുള്ള ചിറ്റാർ ആനന്ദ സാറിന്റെ ഗുരുവിന്റെ കാൽപ്പാടുകൾ എന്ന ഈ പുസ്തകം എന്ന് ഞാൻ കരുതുന്നു. ചിറ്റാർ ആനന്ദ സാറ് നമുക്കെല്ലാം അറിയാം, നമ്മുടെ മലയോര നാടിന്റെ ഒരു അഭിമാനം തന്നെയാണ്. ഇടപെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലും അദ്ദേഹം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. വനംവകുപ്പിൽ ജോലി ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹം ആ രംഗത്ത് മികച്ച ഉദ്യോഗസ്ഥരുള്ള അവാർഡ് വാങ്ങിയിട്ടുണ്ട്, സംസ്ഥാന അവാർഡ് വാങ്ങിയിട്ടുണ്ട്.
ആ മേഖലയിൽ അദ്ദേഹം അങ്ങനെ ശ്രദ്ധേയമായി ഇടപെടുവാൻ കഴിയും. സാഹിത്യത്തിന്റെ ലോകത്ത് ഇതിനു മുമ്പും അദ്ദേഹം ധാരാളം കാര്യങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി കവിതകൾ അദ്ദേഹത്തിൻ്റെതായി ഇന്ന് നമുക്കെല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. നിരവധി കവിതകൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ ശ്രദ്ധേയമായ നിലയിൽ വിവിധ വാരികകളിലെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പ്രഭാഷകനായി പരിസ്ഥിതിയെ സംബന്ധിച്ചും ഗുരുവിനെ സംബന്ധിച്ചുമെല്ലാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി പ്രഭാഷണങ്ങൾ നടത്തി ഗുരുവിനെ കുറിച്ച് ഗുരുവിന്റെ സന്നിധിയിൽ ശിവഗിരിയിൽ ഉൾപ്പെടെ പോയി പ്രഭാഷണങ്ങൾ നടത്തി നമ്മുടെ നാടിന് അഭിമാനമായി അദ്ദേഹം മാറിയിട്ടുണ്ട്. ആനകളെ കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകം ഇതിനോടൊപ്പം തന്നെ നിരവധി ചർച്ചകൾക്ക് വിധേയമായി നിരവധി ആനപ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ സാഹിത്യത്തിന്റെ ലോകത്ത് ഇനിയും ധാരാളം സംഭാവനകൾ നൽകുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. തീർച്ചയായും അങ്ങനെ സാഹിത്യത്തിന്റെ ലോകത്ത് ഇതിനോടകം തന്നെ തന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തിയ ചിറ്റാർ ആനന്ദ സാമന്തൻ എല്ലാ ഭാവങ്ങളും കൂടി ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകം നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി ഏറ്റുവാങ്ങിയതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രശ്നങ്ങളിൽ 1, 2, 3 സ്ഥാനം ലഭിച്ചവർക്ക് പ്രത്യേക അഭിനന്ദനം നൽകുന്നു. ചിറ്റാർ വട്ടക്കൂട്ടത്തിൽ ഭാരതീയമ്മ കുഞ്ഞുകുഞ്ഞെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രശ്നോത്തര മത്സരം നടത്തിയത്. ഗുരുദേവ ചരിത്രത്തെ ആസ്പദമാക്കി നിർവഹിച്ച ബഹുമാനപ്പെട്ട മന്ത്രിയും എഴുത്തുകാരനുമായ പുസ്തകം സ്വീകരിച്ച ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് കെ വിജയകുമാർ, പുസ്തക പരിചയപ്പെടുത്തൽ ബഹുമാനപ്പെട്ട മുഖ്യ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മണ്ഡലി. നമസ്കാരം. കവി, എഴുത്തുകാരൻ, പരിസ്ഥിതി പ്രവർത്തകനും എൻ്റെ പ്രിയ സുഹൃത്തുമായ ചിറ്റാർ ആനന്ദൻ സാറിന്റെ പുസ്തകത്തിന്റെ കവപത്രം വരയ്ക്കുവാനും പുസ്തക പ്രകാശനത്തിൽ പങ്കുചേരുവാനും കഴിയും. എൻ്റെ ഈ കലാജീവിതത്തിന്റെ തുടക്കം മുതൽ വളരെയധികം പ്രോത്സാഹനം നൽകിയ അദ്ദേഹത്തിന് ഹൃദയപൂർവ്വം നേരവും സന്തോഷവും അറിയിക്കട്ടെ. ഒരു നാടിന്റെ പുരോഗമനം എന്ന് പറയുമ്പോൾ ആ നാട്ടിലെ വിദ്യാഭ്യാസം, കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളിൽ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ നാടിന്റെ പുരോഗമനം. സാമൂഹിക ഉന്നമനത്തിന് കലയുടെ പ്രാധാന്യം വളരെ വലുതാണ്. നമ്മുടെ സമൂഹത്തിൽ
സമൂഹത്തിൽ ഉത്തമ കലാസൃഷ്ടികൾ നടത്തുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ പുസ്തകങ്ങൾക്ക് കവറുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുവിന്റെ കാൽപ്പാടുകൾ എന്ന കവചിത്രം പല കാരണങ്ങൾ കൊണ്ടും ഏറെ വികൃതത പുലർത്തുന്നുണ്ട്. പുതിയ രീതി, പുതിയൊരു സ്വഭാവം, പുതിയൊരു ആശയം, പുതിയൊരു ലോകം തന്നെ ഈ സൃഷ്ടിയിലുണ്ട് എന്ന് പറയട്ടെ. കലാസാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. സദൈത്യ കൂട്ടായി ഈ കവചിത്രത്തിന്റെ ഒറിജിനൽ രൂപം നമ്മുടെ ചില സാറിന് നൽകുകയാണ്.